മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വട്ടവിള പാസ്റ്റർ എസ് ലേവിൻസണിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. 24-ാം വയസ്സിൽ ജോലിക്കിടയിൽ 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ് വീഴ്ചയുടെ കാഠിന്യത്താൽ നട്ടെല്ല് പൊട്ടി 2 കാലുകളും നിലത്തിടിച്ച് തകർന്ന് കിടക്കയിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന നിലയിൽ ജീവിതം തുടർന്ന ലേവിൻസൺ സന്ദർശികയായെത്തിയ ഒരു വൃദ്ധയായ മാതാവ് നൽകിയ 2 ആത്മീയ മാസികകൾ മുഖാന്തരം ക്രിസ്തുവിനെ കണ്ടുമുട്ടി കിടക്കയിൽ നിന്നും അത്ഭുതമായ രോഗസൗഖ്യത്താൽ എഴുന്നേറ്റ് ഇന്ന് സഞ്ചാര സുവിശേഷകനായി ജീവിതം തുടരുകയാണ് പാസ്റ്റർ എസ് ലേവിൻസൺ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്ത അനുഭവ സാക്ഷ്യത്തെ പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല സമയത്തിന് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ലേവിൻസൺ എസ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ എന്ന പഞ്ചായത്തിൽ കോടങ്കര ദേശത്ത് സാധാരണ CSI സഭാ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. പപ്പയ്ക്ക് 4 മക്കളാണ്. രണ്ടാമനായ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് ഉപജീവന മാർഗത്തിനായിട്ട് ഭവനം വിട്ട് നോർത്ത് കേരളയിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോകുവാനിടയായിത്തീർന്നു. പ്ലംബർ ട്രേഡ് പഠിച്ചിട്ട് അതിൻ്റേതായ ജോലിക്കാണ് പോയത്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫീൽഡിലും വർക്ക് ചെയ്യാനിടയായിത്തീർന്നു. 1990 മുതൽ മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്തു വരവേ എൻ്റെ ജീവിതത്തിൽ പലവിധമായ ആപത്തുകൾ നേരിടുവാനിടയായിത്തീർന്നു. അവിടെയും ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോവുകയും ആരാധിക്കുകയൊക്കെ പതിവായിരുന്നു. 98 കാലം വരെയും ഓഗസ്റ്റ് 14 വരെയും മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുകയായിരുന്നു. 1990 ശേഷം 5 ആപത്തുകൾ എൻ്റെ വീഴ്ചയായി വരുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴൊക്കെ അത് സിവിയർ ആയിരുന്നില്ല. അത് തരണം ചെയ്ത് വീണ്ടും ജോലിക്കായി കടന്നു ചെന്നു. 1998 ഓഗസ്റ്റ് 14-ാം തീയതി ഒരു വെള്ളിയാഴ്ച പണി ചെയ്തുകൊണ്ടിരുന്ന 2-ാം നില ഭവനത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നും ഞാൻ താഴെ വീഴുവാനിടയായിത്തീർന്നു. എൻ്റെ ഇടതുകാൽ തറയിലിടിച്ച് എൻ്റെ നട്ടൽ D12 എന്ന ജോയിൻ്റ് പൊട്ടുവാനും അരയ്ക്ക് താഴെ പൂർണ്ണമായി ചലനമറ്റ രീതിയിലായിത്തീരാനിടയായിത്തീർന്നു. അന്നും എൻ്റെ കൂടെ എന്നിൽ നിന്നും പണി പഠിക്കുന്ന ഒരു കുഞ്ഞുമോനും ഹെൽപ്പറായി നിന്ന മറ്റൊരു കുഞ്ഞുമോനും മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സഹായിപ്പാൻ മറ്റാരുമില്ലായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് വളരെ ഉൾഭാഗത്തായിരുന്നതിനാൽ അവിടെ എൻ്റെ നിലവിളി കേൾക്കുവാനോ മറ്റാരുമില്ല. ദൈവം അയച്ചിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ എവിടെയോ സവാരി പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് എൻ്റെ അമ്മയെന്നുള്ള നിലവിളി ഞാൻ വേദനയോടെ വിളിച്ച ആ വിളി ആ ഓട്ടോ ഡ്രൈവർ കേൾക്കുകയും ഓട്ടോ എവിടെ നിർത്തി താൻ വേഗത്തിൽ ഓടി വരികയും ഈ കുഞ്ഞുമക്കളുമായി ഒരുമിച്ച് എന്നെ വാരിയെടുത്ത് ഓട്ടോയ്ക്കകത്ത് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീർന്നു. മലപ്പുറം ടൗണിലെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. അവിടെ നിന്നും എക്സ്റേയും മറ്റു ചെക്കപ്പും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നട്ടല് പൊട്ടി അരയ്ക്ക് താഴെ ഡെഡ് ആയിട്ടുണ്ട്. ഇവിടെ ചികിത്സ തുടരുവാൻ കഴിയുകയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് അവിടെ നിന്ന് നിർദ്ദേശിക്കുവാനിടയായിത്തീർന്നു. ദൈവകൃപയാൽ എൻ്റെ കൂട്ട് വർക്കേഴ്സ് അറിഞ്ഞിട്ട് അവിടെ വരികയും ആംബുലൻസിൽ അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് അഡ്മിറ്റ് ആക്കുവാനിടയായിത്തീർന്നു. എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗത്ത് ഭയങ്കര വേദന, തൊടുവാൻ സമ്മതിക്കുവാൻ പറ്റത്തില്ല. ഭയങ്കര അതികഠിനമായ വേദനയിലായിരുന്നു. കൃപയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. അവിടെ നിന്നും ദൈവകൃപയാൽ തുടർന്ന് ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടതായിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കമായ കുടുംബത്തിൽ ആയിരുന്നു ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടത്. 1990 കാലങ്ങളിൽ ഏകദേശം 8 രൂപയായിരുന്നു 1 കിലോ അരിയുടെ പ്രൈസ്.
പക്ഷെ അതിന് പോലും വളരെ ബുദ്ധിമുട്ടായ എനിക്ക് ഒരു ദിവസം 80 രൂപയുടെ മെഡിസിൻ കഴിക്കേണ്ടി വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്ക് വളരെ ബുദ്ധിമുട്ടായതിനാൽ എന്ന് മാത്രമല്ല, അന്ന് അവിടെ ഒരു കഞ്ഞിക്ക് 5 രൂപയാണ് വില. കഞ്ഞി പുറത്തുനിന്ന് മേടിച്ച് അതിൻ്റെ വെള്ളം എനിക്ക് വായിലൊഴിച്ച് തരും, കഞ്ഞി കളയും. ഇതായിരുന്നു എൻ്റെ ആഹാരം. അരയ്ക്ക് താഴെ ചലിക്കുന്നില്ല. എന്നെ ചരിച്ച് കിടത്തുവാൻ 4 വ്യക്തികൾ വേണം. 4 തലയണ അടവയ്ക്കണം. എൻ്റെ ശരീരത്തിൽ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത്രയും മരണകരമായ വേദനയിലൂടെ കടന്നു പോകാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ഞാനെന്നും ആ മുഖം കണ്ടിട്ടില്ല. കോഴിക്കോട് IG ആയിരുന്ന ജേക്കബ് സാർ അവർകൾ എൻ്റെ ഒരു പ്രിയ മിത്രം പോയി പരിചയപ്പെടുകയും അങ്ങനെ ആ പ്രിയപ്പെട്ടവനിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ലഭിച്ചു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വരുവാൻ റെയിൽവേ ടിക്കറ്റ് താൻ തന്നെ ബുക്ക് ചെയ്തു, അതിനുള്ള സാമ്പത്തികം താൻ തന്നെ പേ ചെയ്തു. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുവാനിടയായിത്തീർന്നു. തുടർന്നുള്ള 4.5 മാസം മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കാനിടയായിത്തീർന്നു. 1998 ഓഗസ്റ്റ് 14-ാം തീയതിയായിരുന്നു എൻ്റെ ആക്സിഡൻറ്റ് പറ്റിയത്. 1 മാസത്തിനകത്ത് നടു സർജറി ചെയ്ത് കമ്പിയിടുകയും തുടർന്ന് ചികിത്സ കണ്ടിന്യൂ ചെയ്യുവാനിടയായിത്തീർന്നു. ഇപ്പോഴും 28 വർഷമായി നട്ടലിൻ്റെ കമ്പി കിടപ്പുണ്ട്. കൃപയാൽ 4.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം കട്ടിലിൽ സ്വയമായിട്ട് എഴുന്നേറ്റ് ഇരിക്കുവാനോ എഴുന്നേറ്റ് കാലുയർന്ന് നിൽക്കുവാനോ കഴിയാത്ത അനുഭവം. ഒരു ജീവനുള്ള ഡെഡ് ബോഡി എന്ന പോലെ അവിടുന്ന് ഡിസ്ചാർജ് ലഭിക്കാനിടയായിത്തീർന്നു. കാറിൽ കയറ്റി ഭവനത്തിൽ കൊണ്ടുവന്ന് വിശ്രമത്തിനായിട്ട് വീട്ടിലാക്കി. നീണ്ട 4 വർഷക്കാലം വളരെ പരിതാപകരമായ അനുഭവത്തിലൂടെ കടന്നു പോകാനിടയായിത്തീർന്നു. ഒരു കിടക്കമുറി, പപ്പ, അമ്മ, 4 മക്കൾ, ഒരു കട്ടിൽ എനിക്കായിട്ട് ദൈവം കരുതിയത് കൊണ്ട് കട്ടിൽ കിടപ്പാനിടയായിത്തീർന്നു. അവിടെ വളരെ നിരാശനായി 24 വയസ്സായ ഞാൻ നാളുകൾ കഴിച്ചു കൂട്ടി. ഒരു ഡിസംബർ 23-നായിരുന്നു ഡിസ്ചാർജ് ലഭിച്ചത്. 24-ാം തീയതി വൈകുന്നേരം പള്ളിയിൽ നിന്നും ക്രിസ്മസ് റാലി ഇങ്ങനെ പോവുകയായിരുന്നു. കുഞ്ഞുങ്ങളും മുതിർന്നവരും മാതാപിതാക്കളുമൊക്കെ. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ടായി. കർത്താവേ, കഴിഞ്ഞ വർഷം ഞാനും ഈ കൂട്ടത്തിൽ നടന്നതാണല്ലോ, ഇന്നെനിക്ക് നടക്കുവാൻ കഴിയുന്നില്ല. കർത്താവിനോട് കൃപ ചെയ്യണമെന്ന് യേശുപ്പച്ചനോട് പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നു. കൃപയാൽ ദിവസങ്ങൾ കഴിഞ്ഞു. മരുന്നിന് ഒരു മുടക്കവുമില്ല. പലരാലും സഹായിക്കപ്പെട്ട് മരുന്ന് കഴിക്കുമായിരുന്നു. 4 വർഷത്തോളം തുടർച്ചയായി സൂപ്പ്, ആടിൻ്റെ സൂപ്പ് പ്രിപ്പയർ ചെയ്ത് അതും കുടിക്കുമായിരുന്നു. ശരീരഘടന വ്യത്യാസം വരുവാനിടയായിത്തീർന്നു. ശരിക്കുള്ള എക്സർസൈസ് കിട്ടാതെ, എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നടക്കുവാനോ മറ്റു ജോലി ചെയ്യാനും കഴിയാതെ ശരീരം ഒരേ കിടക്കയിലായിരുന്നതിനാൽ ശരീരം പുഷ്ടിവെച്ച് വണ്ണം വെപ്പാനിടയായിത്തീർന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കവിട്ട് ഒരു മാതാവ് എന്നെ കാണുവാൻ വന്ന ഒരു അമ്മച്ചി, ഒരു ആത്മീയയാത്ര മാസിക, 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ നിന്നും നവോമി എന്നൊരു അമ്മച്ചി, എൽസി എന്നൊരു അമ്മച്ചിയുടെ കയ്യിൽ 3ാമനായ ഈ പേഷ്യൻ്റ് ലേവിൻസിൻ്റെ കയ്യിൽ ആത്മീയയാത്ര മാസികൾ 2 മാസിക എനിക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. ആ രോഗക്കിടക്കയിൽ കിടന്ന് ഞാൻ അതീവ ജാഗ്രതയോടെ ആ ആത്മീയയാത്ര വായിപ്പാനിടയായിത്തീർന്നു. അതിലെ രോഗികൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യവും അതിലെ എഴുത്തുകളും സന്ദേശവും ലേഖനവുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ആഴമായി സ്പർശിച്ചു. ഞാൻ എന്നെ തന്നെ യേശുവിനായി സമർപ്പിച്ചു. ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. 4 വർഷം കട്ടിലിൽ മലർന്നു കിടന്ന് ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായി വായിക്കുവാനിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതിഞ്ഞു. ഞാൻ എൻ്റെ തന്നെ യേശുവിനായി സമർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ഉറപ്പ് എനിക്ക് ലഭിച്ചു. വചനം വായിക്കുന്തോറും എനിക്ക് ആശ്വാസം ലഭിക്കാനിടയായിത്തീർന്നു. ശരിക്ക് ബാർബർ വീട്ടിൽ വന്ന് ന്യൂസ് പേപ്പർ കട്ടിൽ വിരിച്ച് അങ്ങനെ അവിടെ കിടത്തിയാണ് എന്നെ തലമുടി വെട്ടിച്ചുകൊണ്ടിരുന്നത്. രോഗക്കിടക്കയിൽ യേശുവിന്റെ സ്പർശനം കൈക്കും കാലുകൾക്കും ബലം നൽകി, ശരീരത്തിന് പുതുജീവനേകി. വർഷങ്ങൾ രോഗിയായി കിടന്നുറങ്ങിയ കട്ടിലും ഇരുന്നു കുളിച്ച കസേരയും ഊന്നുവടിയും പോളിയോ ചെരുപ്പുകളുമായി ബൈബിൾ കോളേജിൽ പോയി വചനം പഠിച്ചു. ആന്ധ്ര, ഒറീസ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ
സഞ്ചാര സുവിശേഷകനായി സുവിശേഷ വേലയിൽ ഏർപ്പെട്ടു. ആ ആത്മീയത്ര മാസികയിലെ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഹൃദയസ്പർശിയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കണമെന്നുള്ള ഭയങ്കര താല്പര്യമുണ്ടായി. ആ രോഗക്കിടക്കയിൽ ബൈബിൾ തുറന്ന് ആ കിടക്കയിൽ മലർന്നു കിടന്ന് തന്നെ ബൈബിൾ വായിക്കുവാനിടയായി തീർന്നു. ബൈബിളിലെ ഓരോ വാക്യങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയുവാൻ തുടങ്ങി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇങ്ങനെ സുവിശേഷങ്ങൾ ആവർത്തിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യേശുവേ, എന്നെ സൗഖ്യമാക്കിയിട്ട് പോകണമേ, യേശുവേ, എന്നെ സൗഖ്യമാക്കിയിട്ട് പോകണമേ. അങ്ങനെ നീണ്ട 4 വർഷം ആവർത്തിച്ച് ഏകദേശം 6 പ്രാവശ്യത്തോളം രോഗക്കിടക്കയിൽ വെച്ച് തന്നെ ബൈബിൾ വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും കർത്താവ് സഹായിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിച്ചപ്പോൾ അത് ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അത് വായിച്ചപ്പോൾ ഇതെങ്ങനെ നന്മയ്ക്കായി വ്യാപരിക്കുന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലായി. വീണ്ടും ആവർത്തിച്ചു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിപ്പനിടയായിത്തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കണമെന്നുള്ള ഭയങ്കര താല്പര്യമുണ്ടായി. ആ രോഗക്കിടക്കയിൽ ബൈബിൾ തുറന്ന് ആ കിടക്കയിൽ മലർന്നു കിടന്ന് തന്നെ ബൈബിൾ വായിക്കുവാനിടയായിത്തീർന്നു. ബൈബിളിലെ ഓരോ വാക്യങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയുവാൻ തുടങ്ങി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇങ്ങനെ സുവിശേഷങ്ങൾ ആവർത്തിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യേശുവേ, എന്നെ സൗഖ്യമാക്കിയിട്ട് പോകണമേ, യേശുവേ, എന്നെ സൗഖ്യമാക്കിയിട്ട് പോകണമേ. അങ്ങനെ നീണ്ട 4 വർഷം ആവർത്തിച്ച് ഏകദേശം 6 പ്രാവശ്യത്തോളം രോഗക്കിടക്കയിൽ വെച്ച് തന്നെ ബൈബിൾ വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും കർത്താവ് സഹായിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിച്ചപ്പോൾ അത് ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അത് വായിച്ചപ്പോൾ ഇതെങ്ങനെ നന്മയ്ക്കായി വ്യാപരിക്കുന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലായി. വീണ്ടും ആവർത്തിച്ചു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിപ്പനിടയായിത്തീർന്നു. യേശു അപ്പച്ചാ, ഈ വചനം ഇങ്ങനെ പറയുന്നു. ആകയാൽ ആ വചനത്തിൻ്റെ സാക്ഷാത്കാരമായി എൻ്റെ നട്ടെല്ല് പൊട്ടിയത് എനിക്ക് നന്മയായി തീരണമേ എന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിപ്പനിടയായിത്തീർന്നു. ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യ, നീ സർവ്വലോകം നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ്റെ ആത്മാവ് സർവ്വലോകത്തെക്കാൾ വിലയേറിയത്. അന്ന് ബൈബിൾ വായന പാപബോധത്തിലേക്ക് നയിക്കുകയുണ്ട. എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ ഓർമ്മയിൽ നിന്നുള്ള എല്ലാ പാപവും കുറവുകളും ഒക്കെ ഞാൻ യേശുവിനോട് ഏറ്റുപറഞ്ഞ് കരയുവാൻ തുടങ്ങി. എൻ്റെ കട്ടിൽ നനയുവാൻ തുടങ്ങി, എൻ്റെ തലയിണ നനയുവാൻ തുടങ്ങി. ഞാൻ കരയുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല, ഞാനല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല. എന്നാൽ ഈ 4 വർഷക്കാലവും യേശുപ്പച്ചനോട് പ്രാർത്ഥിപ്പാനും കരയുവാനിടയായിത്തീർന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ ഇപ്രകാരം യേശു കർത്താവ് തൻ്റെ ശിഷ്യനായ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിപ്പാനിടയായിത്തീർന്നു: എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ വചനം എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. എനിക്ക് മനസ്സിലായി, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ പ്രാർത്ഥന. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിൽ ആഴമേറിയ ആശ്രയം ദൈവമെന്ന വണ്ണം വചനത്തിൽ വിശ്വസിച്ചു. അതിൻ്റെ ശരീരത്തിൻ്റെ ഘടനയെ വ്യത്യാസം വരുത്തി. വീണ്ടും ഒരു ദൈവശബ്ദം എന്ന വണ്ണം ഞാൻ ആ വചനങ്ങളെ ഏറ്റെടുത്തു. എനിക്ക് മനസ്സിലായി, എന്നെക്കൊണ്ട് യേശു കർത്താവിന് ആവശ്യമുണ്ട്. ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ദിവസങ്ങൾ കഴിയുന്നു. അങ്ങനെ ആത്മീയാത്ര മാസിക വളരെയധികം
10 ഇങ്ങനെ ഒരു ബണ്ടിലായിട്ട് തിരുവല്ലയിൽ നിന്നും എനിക്ക് കൈ കിട്ടുന്ന പൈസകൾ അന്ന് 350 രൂപ 10 ഇങ്ങനെ അയച്ച് ഞാൻ അത് കളക്ട് ചെയ്ത് ഞാൻ മറ്റുള്ളവർക്ക് വായിക്കുവാൻ വേണ്ടി ഈ ആത്മീയാത്ര ഇങ്ങനെ ഈ രോഗ അവസ്ഥയിൽ തന്നെ മറ്റുള്ള ഫോനെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനിടയായി തീർന്നു. എൻ്റെ സന്തോഷം, ഞാൻ അറിഞ്ഞ ഈ സന്തോഷം, ഞാൻ അറിയുന്ന ഈ രോഗസൗഖ്യം, ഞാൻ അറിയുന്ന ഈ നിത്യതയുടെ സന്തോഷം മറ്റുള്ളവരും അറിയട്ടെ എന്നുള്ള സന്തോഷം കൊണ്ട് ഇത് ചെയ്യുവാൻ ആരംഭിച്ചു. മാത്രമല്ല എന്നെ സന്ദർശിക്കുവാൻ രോഗക്കിടക്കയിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ യേശുവിനെക്കുറിച്ച്, നിത്യതയുടെ സന്തോഷത്തെക്കുറിച്ച്, ആ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടാൽ ഉള്ള സന്തോഷം അല്ല എങ്കിൽ എന്ത് ഭവിക്കും, അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുവാൻ തുടങ്ങി. അവർ ഇങ്ങനെ അമ്പരക്കുവാനിടയായി തീർന്നു. എന്താ ഈ രോഗിയായിരിക്കുന്ന മനുഷ്യൻ പറയുന്നത്? ഇതിൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ദൈവവചനം പഠിക്കണമെന്നുള്ള. അങ്ങനെ ഞങ്ങളുടെ കോടങ്കര എന്ന ദേശത്ത് 3 വീടുകൾക്കപ്പുറത്ത് മറ്റൊരു ഭവനത്തിൽ എല്ലാ മാസവും ഒരു ദൈവദാസൻ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പെരിങ്കടവൾ എന്ന സ്ഥലത്ത് യേശുദാനം എന്ന ഒരു പെൻ്റക്കോസ്റ്റൽ പാസ്റ്റർ ആ ഭവനത്തിൽ വന്ന് കോട്ടേജ് മീറ്റിംഗ് നടത്തുമായിരുന്നു മാസത്തിലൊരിക്കൽ. എനിക്ക് അവിടെ ചെന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വലിയ താല്പര്യമായിരുന്നു. എൻ്റെ അമ്മയുടെ തോളിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്ന പതിവുണ്ട്. പോകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ കൊണ്ടുപോകാറുണ്ട്, പ്രാർത്ഥിച്ച് മേടിച്ച് ശരീരത്തിലിടുവാൻ. അതായിരുന്നു മരുന്നായിട്ട് പിന്നെ ഉപയോഗിച്ചത്. മരുന്ന് നിർത്തിയതിന് ശേഷം അത് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹമായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ആ ദൈവദാസൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ബ്രദറിന് ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുണ്ടോ? ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യമാണ്, മറ്റാരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. അന്നേ ദിവസം തന്നെ ആ ദേവദാസൻ ആ പ്രാർത്ഥന മധ്യേ അവിടെ തൊട്ടടുത്ത വീട്ടിലെ ഭവനത്തിൽ ഫോൺ ചെയ്ത് എനിക്ക് ആത്മീയാത്ര ഹോം ട്രെയിനിങ് സെൻറ്റർ ട്രിവാൻഡ്രത്തേക്ക് ഒരു ബ്രാഞ്ച് വരുവാനിടയെത്തുന്നു. അവിടെ അഡ്മിഷൻ ഉറപ്പാക്കിയിട്ട് അന്ന് ആ ദേവദാസൻ മുഖാന്തരം ദൈവവചനം പഠിക്കുവാൻ ആത്മീയാത്ര ബൈബിൾ കോളേജിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനിടയായിത്തീർന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ബ്രാഞ്ച് ട്രെയിനിങ് സെൻ്ററായിട്ട് അത് ആരംഭിക്കാനിടയായിത്തീർന്നു. അങ്ങനെ 1 വർഷം അവിടെ പഠിപ്പാനിടയായിത്തീർന്നു. ഭവനത്തിൽ നിന്ന് പോകണമെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് കിടക്ക രോഗി, 4 വർഷം കിടന്ന കട്ടിൽ, ഇരുന്ന് കുളിച്ച സ്റ്റൂള്, ഊന്നി നടന്ന വടി, പോളിയോ ഷൂ, ഇതെല്ലാം കൂടെ കൊണ്ടുവേണം എനിക്ക് ബൈബിൾ സ്കൂളിൽ ചെല്ലുവാൻ. പക്ഷേ അത് കൊണ്ടുപോകാനുള്ള പൈസ എൻ്റെ കൈവശമില്ല. രോഗക്കിടക്കയിൽ കിടന്ന് തന്നെ ഞാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ ട്യൂഷൻ ഫീസ് കൊണ്ടുവന്നിട്ട് ചില ദിവസങ്ങളേ ആയുള്ളൂ. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ ബൈബിൾ സ്കൂളിൽ അടുത്ത ദിവസം പഠിക്കാൻ പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരണ്ട, നാളെയും മറ്റൊന്നും കൂടെ വന്നാൽ മതി. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് പോയി പറഞ്ഞു. മാതാപിതാക്കൾ എന്നെ വന്ന് അന്വേഷിക്കുകയും വീണ്ടും 1 മാസത്തെ ഫീസ് 7-8 കുഞ്ഞുങ്ങൾ വീണ്ടും തരികയും ആ പൈസയുമായിട്ട് ദൈവവചനം പഠിക്കുവാൻ ഈ കട്ടിലും സ്റ്റൂളും ഊന്നിറക്കുന്ന വടിയും പോളിയോഷും എല്ലാമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഹോം ട്രെയിനിങ് സെൻറ്റർ ആത്മീയാത്രയുടെ കീഴിൽ 1 വർഷം പഠിപ്പാൻ പോകുവാനിടയായിത്തീർന്നു. കൃപയാൽ സന്തോഷത്തോടെ 1 വർഷം പഠനം പൂർത്തിയാക്കി. കർത്താവ് 2001 പഠനം ആരംഭിക്കുവാനിടയായിത്തീർന്നു. വെക്കേഷൻ വന്നു, കട്ടിൽ വീട്ടിൽ കൊണ്ടാക്കി. തുടർന്നും പഠിക്കുവാൻ വലിയ താല്പര്യം. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദൈവദാസനിലൂടെ 2 വർഷം തമിഴ്നാട്ടിൽ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. കട്ടിലും സ്റ്റൂളും വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് വാക്കി സ്റ്റിക്കുമായിട്ട് വീണ്ടും പഠിക്കുവാൻ ആരംഭിച്ചു. 2 വർഷം തമിഴ്നാട് ഭാഗത്ത് കന്യാകുമാരി ജില്ലയിൽ പഠനം പൂർത്തീകരിച്ച് 3 വർഷമായിട്ട് BTH കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായിച്ചു. വീണ്ടും പഠിക്കുന്നതിനുള്ള ഭയങ്കര താല്പര്യവും ആഗ്രഹവും കൂടെ പഠിച്ച കൂട്ടുകാർ ഒരു ബ്രദറിനെ കണ്ടിട്ട്, ചങ്ങനാശ്ശേരി ബിജു മാത്യു, അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ബ്രദർ ഡൽഹിയിൽ പഠിക്കുവാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, താല്പര്യമുണ്ട്. അന്ന് ഓർഡിനറി ചപ്പൽ ധരിച്ചിട്ടില്ല, ധരിക്കുവാൻ കഴിയില്ല. എന്നാൽ ആ തമിഴ്നാട്ടിലെ ബൈബിൾ സ്കൂളിൽ നടന്നൊരു പ്രാർത്ഥനയിൽ ദൈവദാസനും നടക്കുവാൻ ബുദ്ധിമുട്ട്, ക്രച്ചസിൽ നടക്കുന്ന ബുദ്ധിമുട്ടാണ്. ഗസ്റ്റായി വന്ന ദൈവദാസൻ എന്നോട് ചോദിച്ചു, ബ്രദർ എന്തിനാ ഈ വാക്കി സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിന് ആപത്ത് പറ്റിയതാണ്. 4 വർഷം കൊണ്ട് ഞാൻ കിടക്കയിലായിരുന്നു. വീണ്ടും വടി ഉപയോഗിച്ചാണ്. ഇപ്പോൾ 7 വർഷമായി. എനിക്ക് വടി മാറ്റി നടക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവദാസൻ പറഞ്ഞു, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, വിശ്വസിക്കുക. അന്ന് രാത്രിയുള്ള പ്രാർത്ഥനയിൽ വാക്കി സ്റ്റിക്ക് മാറ്റി ഫ്രീ ആയിട്ട് നടക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ഓർഡിനറി ചപ്പൽ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ സോക്സ് പോലും ഇല്ലാത്ത മുട്ടക്കാലുമായിട്ട് അവിടുത്തെ പഠനം പൂർത്തീകരിച്ച് വീണ്ടും 2004-2006
ഡൽഹിയിൽ ചെന്ന് ഈസ്റ്റേൺ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിൽ പഠിപ്പാനിടയായിത്തീർന്നു. 2 വർഷത്തെ അവിടുത്തെ പഠനം പൂർത്തീകരിച്ച് 2006 നാട്ടിലേക്ക് മടങ്ങി വരുവാനിടയായിത്തീർന്നു. അങ്ങനെ 2006 ഡൽഹിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് നാട്ടിലേക്ക് കടന്നു വന്നു. അവിടെ നിന്ന് വരുമ്പോഴാണ് ഏറുവാക്ക് ചപ്പൽ ധരിച്ച് നാട്ടിലേക്ക് കടന്നു വരുന്നത്. അന്നേരം വിവാഹം കഴിപ്പാനിടയായിത്തീർന്നു. 2006 എൻ്റെ വിവാഹം നടന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ബീന എന്നാണ്. ബീനയും ഇടത് കൈയും വലത് കാലും പോളിയോ വന്ന് 14 വയസ്സ് വരെ നടക്കുവാൻ കഴിയാതെ രോഗിയായിരുന്ന ഒരു വ്യക്തി. അവരുടെ ഭവനത്തിലും ഒരു ദൈവദാസൻ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ച എണ്ണ അപ്ലൈ ചെയ്ത് അങ്ങനെ കർത്താവ് സൗഖ്യമാക്കി എഴുന്നേറ്റ് നടക്കുവാനും തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ആ അത്ഭുതത്തിൻ്റെ സാക്ഷികളാണ് ആ ബീനയും ബീനയുടെ കുടുംബവും. 2006 ദൈവവചന പഠനം പൂർത്തീകരിച്ചു. തുടർന്ന് വിവാഹിതനായി. ബാല്യം മുതൽ പോളിയോ ബാധിതയായിരുന്ന ബീന ലേവിൻസണിന്റെ ജീവിത പങ്കാളിയായി. ഇന്ന് കുടുംബമായി സുവിശേഷ വേലയിൽ സജീവമാണ് പാസ്റ്റർ എസ് ലേവിൻസണും ബീന ലേവിൻസണും. അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി. മെഡിക്കൽ സയൻസ് പ്രകാരം ഞാനും 60% ഡിസേബിളാണ്, എൻ്റെ വൈഫും 60% ഡിസേബിളാണ്. ഞങ്ങൾ കൃപയാൽ കുടുംബജീവിതം ആരംഭിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുവാൻ ഇവിടെയായി തീർന്നു. 3 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. മെഡിക്കൽ ചികിത്സയ്ക്കായിട്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാകിയാൽ ഞങ്ങൾ കരം കോർത്ത് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. 2009 ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഊനമില്ലാത്ത ഒരു ശിശുവിനെ ദൈവദാനമായി നൽകി. മോൻ്റെ പേര് ബെന്നി എന്നാണ്. ഇപ്പോൾ +2 പഠിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കർത്താവെ, ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തരണമേ എന്ന്. കൃപയാൽ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ളൊരു പെൺമകളെ ദൈവം ഞങ്ങൾക്ക് നൽകി. ബ്ലസ്സി എന്നാണ് അവളുടെ പേര്. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം ധന്യമായിട്ട് മുൻപോട്ട് പോകുന്നു. ഡൽഹിയിലെ പഠനത്തിന് ശേഷം വീണ്ടും നാട്ടിൽ വന്ന് MDU കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചു. വീണ്ടും MDH കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷിക്കാനാവാത്ത അനുഗ്രഹങ്ങളായിരുന്നു. 2009 സുവിശേഷ വേലയുടെ ബന്ധത്ത് ഞാൻ പന്തളത്തിൻ്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. തിമ്പമൺ എന്ന ദേശത്ത് അവിടെ കർത്താവിൻ്റെ വേല 1 വർഷം ചെയ്യുവാനിടയായിത്തീർന്നു. ചില നാളുകൾ തിരുവല്ല കുറ്റപ്പുഴ എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയോടായിരുന്നു. വീണ്ടും 3 വർഷക്കാലം കൊല്ലം ജില്ലയിലെ ചണ്ണപ്പേട്ട എന്ന സ്ഥലത്തും കുളത്തുപുഴ എന്ന ദേശത്തുമായിട്ട് 3 വർഷത്തോളം കർത്താവിൻ്റെ വേലയിലായിരുന്നു. അത് കഴിഞ്ഞ് 2012 മുതൽ 2024 വരെ കർത്താവിൻ്റെ വേലയുടെ മധ്യ പന്തളം ടൗണിലായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ വളരെ ആഗ്രഹത്തോടെ കുടുംബമായി ഞങ്ങൾ വേല ചെയ്യുവാനിടയായിത്തീർന്നു. 15 വർഷക്കാലം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനമില്ലായിരുന്നു പാർക്കുവാൻ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 2006 ശേഷം 2007 തന്നെ അടിസ്ഥാനമിട്ട് ഈ ഭവനം 15 വർഷത്തോളം പണി കംപ്ലീറ്റ് ആകാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ പഞ്ചായത്തിൽ ഒത്തിരി അപേക്ഷകൾ കൊടുത്തിട്ട് പലപ്പോഴും അവഗണിക്കപ്പെട്ട് അവസാനം ലൈഫ് മിഷൻ സ്കീമിൽ ആപ്ലിക്കേഷൻ കൊടുക്കുവാനും കൃപയാൽ 2023-24 കാലയളവിൽ ആ ഭവനം ഞങ്ങൾക്കായി അപ്രൂവ് ആവുകയും അങ്ങനെ പന്തളത്ത് നിന്നും നാട്ടിലേക്ക് കടന്നു വന്ന് ഇവിടെ കുടുംബ ഭവനത്തിൽ പാർത്ത കുഞ്ഞുങ്ങളെ ഇവിടുത്തെ സ്കൂളിലാക്കി ഞങ്ങളങ്ങനെ ഇവിടുത്തെ പണി പൂർത്തീകരിച്ച് 2 വർഷമായി 2024 മെയ് 9 ഗൃഹപ്രവേശനം നടത്തി ഞങ്ങളിവിടെ പാർത്ത് ഇവിടെയും കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ഇവിടെ ഉപവാസത്തോടെ പ്രാർത്ഥനയായിരിക്കും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച സഭായോഗത്തിന് വേണ്ടി ബീനായുടെ മദർ ചർച്ചിൽ കൊറ്റാമത്ത് ഒരു ചർച്ചിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു, ഹോളി ഫെലോഷിപ്പ് ചർച്ച്. ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ 4 മുതൽ 6 മണി വരെ എല്ലാ ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥന നടത്തുന്നു. പുറത്തുനിന്ന് അനേകർ കടന്നു വരുന്നുണ്ട്, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ സുവിശേഷ വേല നടത്തി വരുന്നു. മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി യാത്ര ചെയ്ത് കർത്താവിന് വേണ്ടി വേല ചെയ്യണം. എനിക്ക് ഇരിക്കുവാനോ കിടക്കുവാനോ സമയം വെറുതെ ചിലവഴിക്കാനോ ഒട്ടും താല്പര്യമില്ല. എൻ്റെ അനുഭവം ഒരു സാക്ഷ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത് അനേകർ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. പല രോഗികളും വിളിക്കാറുണ്ട്, പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ അനുഭവ സാക്ഷ്യം വായിക്കുന്ന അനേകർ
കേരളത്തിന് അകത്തുള്ള മലയാളത്തിൽ വായിക്കാൻ അറിയാവുന്ന പലരും വായിച്ചിട്ട് പ്രാർത്ഥനയ്ക്കായി വിളിക്കാറുണ്ട്. പലരും ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരാറുണ്ട്. അതൊക്കെ അവർക്കും ഞങ്ങൾക്കും അനുഗ്രഹമായി തുടരുന്നു. മാത്രമല്ല, എനിക്ക് യാത്ര ചെയ്ത് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്നുള്ള ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. ലഭിക്കുന്ന സമയങ്ങളിൽ ആന്ധ്ര, ഒറീസ, പിന്നെ ഡൽഹിയുടെ ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാനും അവരോടും ഏത് ഭാഷക്കാരായിരുന്നാലും എനിക്ക് സുവിശേഷം പറയാൻ ഭയങ്കര താല്പര്യമാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഇത്യാദി ഭാഷകൾ സംസാരിക്കുവാനും എഴുതുവാനും വായിക്കുവാനും ഒക്കെ അറിയാം. അതുകൊണ്ട് ഏത് ഭാഷക്കാരോടും കൃപയാൽ സുവിശേഷം പറയും. ഞാൻ അതീവ ജാഗ്രതയുള്ളവനെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. മാത്രമല്ല, പുറത്ത് യാത്രയില്ലാത്ത സമയം ഭവനത്തായിരുന്നുകൊണ്ട് ദേശത്തിന് വേണ്ടിയും സുവിശേഷ വേലക്കാർക്ക് വേണ്ടിയും മറ്റുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ടും മുൻപോട്ടുള്ള ഞങ്ങളുടെ സുവിശേഷ വേലയ്ക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീഡിയയിലൂടെ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിൽ യേശുവിനെ നാമമാത്രമായി അറിഞ്ഞിരുന്ന എനിക്ക് യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാൻ ഈ വലിയ ആപത്തിലൂടെ എനിക്ക് സഹായമായി തീർന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ശരീരം ബലഹീനമായെങ്കിലും യേശുവിനെ ലഭിച്ചതുകൊണ്ട് എൻ്റെ ഹൃദയം വളരെ ബലമുള്ളതാണ്. യേശുവിന് വേണ്ടി സാക്ഷ്യം പറയുവാനും എവിടെയും പോകുവാനും ആരോടും കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഞാൻ റെഡിയുള്ളവനാണ്. മാത്രമല്ല, എൻ്റെ വൈഫും എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനും മകളും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പാർത്ത് കർത്താവിൻ്റെ സാക്ഷി ദേശത്ത് പ്രാർത്ഥനയായിട്ടും മറ്റും പ്രവർത്തനങ്ങളായിട്ടും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു പ്രയർ ടീമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ ഈ ചെങ്കൽ പഞ്ചായത്തിനായിട്ടും പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തിനായിട്ടും ലോകരാഷ്ട്രങ്ങൾക്കായിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് ഇതുവരെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുന്നു. തുടർന്നുള്ള ദിനങ്ങളിലും കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ സാക്ഷ്യം ഇവിടെ പ്രസ്താവിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. രോഗക്കിടക്കയിൽ നിന്നും കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം നേടി വചനം പഠിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ട് ജീവിതം തുടരുകയാണ് ലേവിൻസൺ. തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കൽ മട്ടവൽ സ്വദേശി പാസ്റ്റർ എസ് ലേവിൻസണിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.